ഭാഷാ വിവാദത്തിൽ DMKക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ. DMK നേതാക്കളുടേത് കപട തമിഴ് വാദമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിന്ദിയെ എതിർക്കുന്നവർ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി തമിഴ് സിനിമകളെ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്നത് നിർത്തുമോ എന്നും പവൻ കല്യാൺ ചോദിച്ചു. ത്രിഭാഷാ നയത്തെയും ഹിന്ദി ഭാഷയെയും എതിർത്തുകൊണ്ട് വിദ്യാർത്ഥികൾ തമിഴ് മാത്രം പഠിച്ചാൽ മതിയെന്ന സ്റ്റാലിൻ സർക്കാരിന്റെ വിവാദ നടപടികളെ രൂക്ഷമായി വിമർശിക്കുകയാണ് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയും ജനസേന പാർട്ടി അധ്യക്ഷനുമായ പവൻ കല്യാൺ. സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി തമിഴ് സിനിമകൾ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റാൻ അനുവദിക്കുന്നവർ തന്നെ ഹിന്ദി ഭാഷയെ എതിർക്കുന്നത് അപഹാസ്യമാണ്. ഹിന്ദിയെ എതിർക്കുന്നവർ തന്നെ തമിഴ് സിനിമ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കുന്നു. DMK നേതാക്കളുടെ തമിഴ് വാദം കാപട്യമാണെന്നും ഭാഷാ വൈവിധ്യം അംഗീകരിക്കണമെന്നും പവൻ കല്യാൺ പറഞ്ഞു. తమిళనాడులో తమిళ్ హిందీ రాకూడదు అంటుంటే నాకు అనిపించింది మనసులో ఒకటే, అప్పుడు తమిళ సినిమాల్ని హిందీలో డబ్ చేయకండి. డబ్బులేమో హిందీ నుంచి కావాలి, ఉత్తరప్రదేశ్ నుంచి డబ్బులు కావాలి, బీహార్ నుంచి డబ్బులు కావాలి, ఛత్తీస్గఢ్ నుంచి డబ్బులు కావాలి, కానీ హిందీ మాకు వద్దంటే అదే న్యాయం. തമിഴ് ഉൾപ്പെടെ എല്ലാ ഭാഷകളും ആവശ്യമാണെന്നും ഹിന്ദിയോട് വെറുപ്പിന്റെ ആവശ്യമില്ലെന്നും പവൻ കല്യാൺ വ്യക്തമാക്കി. പവൻ കല്യാണിന്റെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് തെലുങ്ക് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയും രംഗത്തെത്തി. ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാനാണ് സ്റ്റാലിൻ അനാവശ്യ തമിഴ് വാദം ഉന്നയിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് BJP കുറ്റപ്പെടുത്തിയിരുന്നു. രൂപയുടെ ഔദ്യോഗിക ചിഹ്നം വെട്ടിമാറ്റി തമിഴ് ലിപിയിൽ ലോഗോ പതിപ്പിച്ച വിഷയത്തിലും തമിഴ്നാട് സർക്കാരിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, ദേശീയ മൂല്യങ്ങളെ പോലും അപമാനിക്കുന്ന DMK സർക്കാരിന്റെ ഈ ഒരു നീക്കത്തിന് കനത്ത തിരിച്ചടി തന്നെയല്ലേ ഇപ്പോൾ പവൻ കല്യാണിന്റെ വാക്കുകൾ നൽകുന്നത്? വിഷ്ണു, അനാവശ്യമായി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഭാഷാ വിവാദം തമിഴ്നാട് സർക്കാരിന്, അതല്ലെങ്കിൽ DMKക്കും സ്റ്റാലിനുമെല്ലാം അവർക്ക് തന്നെ അതൊരു പ്രതിസന്ധിയായി മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നിലവിൽ ഹിന്ദിയെ എതിർത്തുകൊണ്ട് തമിഴ് വികാരം ഉണർത്തുന്നതിനും വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്തുന്നതിനും അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും വോട്ട് ബാങ്ക് ശക്തമാക്കുക, തമിഴ് വികാരം കൂടുതൽ ഇളക്കി വിട്ടുകൊണ്ട് ജനങ്ങളെ കൂടെ നിർത്തുക തുടങ്ങി വ്യക്തമായ ലക്ഷ്യങ്ങളോട് കൂടിയായിരുന്നു ഹിന്ദി വിരുദ്ധ പ്രചാരണവും ത്രിഭാഷാ നയത്തിനെതിരെയുള്ള പ്രചാരണവുമെല്ലാം DMK നടത്തിയത്. എന്നാൽ അതിനെതിരെ രൂക്ഷമായ വിമർശനം തമിഴ്നാട്ടിൽ നിന്നും ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക കറൻസി രൂപയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ പോലും മാറ്റം വരുത്തി അതിൽ തമിഴ് ലിപി ഉപയോഗിച്ചതിനെതിരെ വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ നടന്നിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയും പവൻ കല്യാണും രൂക്ഷമായ വിമർശനം DMK നേതാക്കൾക്കെതിരെയും തമിഴ്നാട് സർക്കാരിനെതിരെയും ഉന്നയിച്ചിട്ടുള്ള ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ ശക്തമായ വിമർശനം പവൻ കല്യാൺ നടത്തിയിട്ടുള്ളത്. ഹിന്ദി ഭാഷയ്ക്കെതിരെ നിരന്തരം പ്രചാരണം നടക്കുന്ന, ഹിന്ദിയെ ശക്തമായി എതിർക്കുന്ന നേതാക്കൾ തന്നെയാണ് തമിഴ് സിനിമകൾ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രദർശിച്ച് പണം നേടുന്നത്. അത്തരത്തിൽ തമിഴ് സിനിമ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത് പണം നേടുമ്പോൾ അവർക്ക് ഹിന്ദി യാതൊരു പ്രശ്നവുമില്ല. അതെന്തൊരു ന്യായമാണ് എന്നാണ് പവൻ കല്യാൺ ചോദിച്ചിട്ടുള്ളത്. കൂടാതെ ഹിന്ദിയെ വെറുക്കേണ്ടതില്ല, തമിഴിനെയും വെറുക്കേണ്ടതില്ല, എല്ലാ ഭാഷയെയും ഒന്നായി കാണണം, അതല്ലെങ്കിൽ ഭാഷാ വൈവിധ്യത്തെ ഉൾക്കൊണ്ട് വേണം മുൻപോട്ട് കൊണ്ടുപോകാൻ. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭാഷാ വൈവിധ്യം അംഗീകരിച്ച് മതിയാകൂ എന്ന വസ്തുത കൂടിയാണ് പവൻ കല്യാൺ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ തുടർച്ചയായി സ്റ്റാലിൻ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അത് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷയോടൊപ്പം മറ്റു ഭാഷകളും സ്വായത്തമാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ത്രിഭാഷാ നയത്തെ ശക്തമായി എതിർക്കുകയും സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ തമിഴ് മാത്രം പഠിച്ചാൽ മതി എന്ന നിലപാട് സ്റ്റാലിൻ സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധവും ഒപ്പം BJPയുടെ ഭാഗത്തുനിന്നുൾപ്പെടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ക്യാമ്പയിൻ പരിപാടികളും നടന്നിരുന്നു. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിക്കും ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെയുള്ള ഭാഷകൾ അറിഞ്ഞിരിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിനും തുടർന്ന് ജോലി മേഖലയിലും അതിനെ സഹായിക്കും. പക്ഷേ സ്റ്റാലിൻ ശ്രമിക്കുന്നത് സർക്കാർ വിദ്യാലയങ്ങളിൽ ഹിന്ദി മുടക്കിക്കൊണ്ട് തമിഴ് ഒപ്പം സ്വകാര്യ സ്കൂളുകളിൽ ഇപ്പോഴും ഹിന്ദി പഠിപ്പിക്കുന്നു, ഹിന്ദി കൈകാര്യം ചെയ്യുന്നു. കൂടാതെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയും ഹിന്ദി ഉപയോഗിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ അനാവശ്യമായ വിവാദം സ്റ്റാലിൻ ഉണ്ടാക്കുകയാണ് എന്ന കാര്യമായിരുന്നു BJP ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ തമിഴ്സൈ സൗന്ദരരാജൻ്റെ കഴിഞ്ഞ ദിവസം വന്ന പ്രസ്താവന വലിയ ശ്രദ്ധേയമായിരുന്നു. കാരണം തമിഴിനോട് ഇത്രയധികം സ്നേഹമുണ്ടെങ്കിൽ ആദ്യം സ്റ്റാലിൻ ചെയ്യേണ്ടത് സ്വന്തം പേര് മാറ്റേണ്ടതാണ്. തമിഴിനോട് ചേരുന്ന അല്ലെങ്കിൽ തമിഴ് ഭാഷയോട് ചേരുന്ന
പേര് സ്വീകരിച്ചുകൊണ്ട് ആദ്യം അത്തരത്തിലൊരു പ്രവൃത്തിയാണ് സ്റ്റാലിൻ ചെയ്യേണ്ടത് എന്ന വിമർശനമായിരുന്നു തമിഴിസൈ സൗന്ദരരാജൻ നടത്തിയതൊപ്പം ഭരണ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് ഇത്തരത്തിൽ തമിഴ് വാദവും അല്ലെങ്കിൽ പ്രാദേശിക വാദവും ഉയർത്തിക്കൊണ്ട് അനാവശ്യ വിവാദമുണ്ടാക്കാൻ സ്റ്റാലിനും ഒപ്പം DMK നേതാക്കളും ശ്രമിക്കുന്നത് എന്ന വിമർശനം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും നടത്തിയിരുന്നു. ഒപ്പം അതിന് പിറകെയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ അനാവശ്യ വിവാദമാണ് തമിഴ്നാട് ഭാഷയുടെ പേരിൽ ഉണ്ടാക്കുന്നതെന്നും ഭാഷാ വൈവിധ്യം ഉൾക്കൊള്ളണമെന്നും ഹിന്ദിയെ എതിർക്കുന്നവർ തന്നെയാണ് തമിഴ് സിനിമ ഹിന്ദിയിലേക്ക് ഡബ്ബ് ചെയ്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നത് എന്ന കാര്യവും പറഞ്ഞത്. വിഷ്ണു. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.